ശൂരസേനോത്തമമാം വിഷയേ പുരാ ചിത്രകേത്വാഖ്യയാ ചക്രവർത്തീന്ദ്രനായി എത്രയും ഉത്തമനാം നൃപസത്തമൻ സന്തതിയില്ലാഞ്ഞു ഖേദിച്ചു സന്തതം ചിന്തയും പൂണ്ടിരിക്കുന്ന ഒരു ദിനം മുമ്പിലങ്ങ് അംഗിരവാഗതനായളവൻ പോട് പൂജയിത്വാ നൃപതീശ്വരൻ പ്രാർത്ഥിച്ചു സന്തതിക്ക് അബ്ജോത്ഭവാത്മജൻ പാർത്ഥിവനിൽ പ്രസാദിച്ചു തത്രാന്തികെ നിന്നു യജിച്ചിരു തുഷ്ടാവനുഗ്രഹിച്ച് എന്നതിനാലും ഒരാത്മജൻ അഞ്ജസ വന്നുളവായി അവൻ എത്രയും തേജസ നന്നായി വളർന്നു തുടങ്ങിനാൻ അന്വഹം മന്നവനുണ്ടനേകായിരം ഭാര്യമാർ എന്നതിലങ്ങൊരുത്തിക്കൊരു നന്ദനൻ ജാതനായി വന്നതുമൂലം പിതാവിനു മാതാവിലുൾ പ്രീതിയേറും എന്നോർക്കയാൽ ചേതോഹരികൾ മറ്റുള്ളവർക്കൊക്കവേ ചേതസിമേന്മേൽ വളർന്നോർ അസൂയയാൽ ബാലന് ഒരു നാൾ വിഷം കൊടുത്തിടിനാർ. കാലവശം ഭവിച്ചാൽ നൃപപുത്രനും മാതാ കൃതദ്യുതിയും ചിത്രകേതുവും വാദമടങ്ങിയ പുത്രനെ കാണുകയാൽ പാരം മുഴുത്ത് അഴലോട് തൊഴിച്ചലച്ചേറെ വിലപിച്ചു വീണു കേഴും വിധവും വീണാധരനുമായി അങ്കിരസങ്ങര കാണിക്ഷണേന മുതിർന്നെഴുന്നള്ളിനാൻ. ഭൂപതി മോഹിച്ചു വീണ് അവൻ തൻ പരിതാപം കെടുപ്പതിനായി അനേകം വിധം നീതികളോതി നിൽക്കും വിധോ മോഹവും ചേതസീ ചെറ്റകന്നാശ്വസിച്ച് ആദരാൽ കണ്ണുനീരും തുടച്ചു ധാനവും ചെയ്തു പുണ്ടരീകോത്ഭവൻ. പുണ്ടരീകോത്ഭവനന്ദനന്മാരുടെ മുൻപിൽ ആ മാറുപോയി ചെന്നു വന്ദിച്ചു നിന്ന് അന്നേരമുള്ളുണർന്നാശു ചൊല്ലിടിനാൻ. നിങ്ങളിരുവരും ആരെന്നതേതും ഒന്നിങ്ങറിഞ്ഞീല അതിമൂഢനാം പാപി ഞാൻ. നിർമ്മലാത്മാനന്ദധാരികൾ സർവവും ബ്രഹ്മണി ചേർത്തു ലയിപ്പിച്ച് അഖിലവും തന്മയമായൊരുമിച്ചു തെളിഞ്ഞു സച്ചിന്മയരൂപികൾ ദിവ്യപുരുഷന്മാർ കൽമഷം തീർത്തു ലോകാനുഗ്രഹത്തിനായി ചെമ്മേ സകല ലോകങ്ങളിലെങ്ങുമേ കാരുണ്യമുൾക്കൊണ്ട് അവധൂതവേഷരായി ഓരോ വിധം പെരുമാറുന്നതുണ്ടുപോൽ. പാരിതിലിങ്ങനെയുള്ളവരിൽ ചിലർ നേരെ ഭവാന്മാരെന്നുണ്ട് തോന്നിയിടുന്നു. കാരുണ്യശാലികളായുള്ള നിങ്ങളിന്ന് ആരൂഢമോദാൽ അനുഗ്രഹിക്കണമേ. മാനമതങ്ങളെ ശേഷമൊഴിച്ച് നിത്യാനന്ദാത്മാനം ഉപദേശിക്കണമേ. ഗേഹാർദ്ധപുത്ര കളത്രാദികളിലെ സ്നേഹബന്ധങ്ങൾ ഒഴിച്ചരുളേണമേ. മായാമയ ബഹുസംസാര വിഭ്രമത്തോയാകരത്തെ കടത്തുക വേണമേ. പാദഭയോജ യുഗളമൊഴിഞ്ഞു മറ്റാധാരമില്ല എന്നവൻ തൊഴുതിടിനാൻ. വീണു നമസ്കരിച്ചേടും
ദ്രൗപദിയെ വാണികരിൽ എഴുന്നേൽപ്പിച്ചു സാദരം ഭക്തി കൊണ്ട് ഏറ്റം പ്രസാദിച്ചവർകളും ഉത്തമനോട് അംഗിരസഥ തൽക്ഷണം ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തരുളിടിനാൻ. ഉത്തമന്മാരിൽ അത്യുത്തമനാം ഭവാൻ കേൾക്കെങ്കിലുള്ളിലുണ്ടായ ദുഃഖങ്ങളെ നീക്കിക്കളഞ്ഞു ഞാൻ ചൊല്ലുന്ന ചൊല്ലുകൾ. പണ്ടു നിനക്കു തനയൻ ഇവനെ ഇങ്ങുണ്ടാക്കിയതങ്കിരസായ ഞാനടോ. കണ്ടാലും ഇങ്ങിഹ നിൽപ്പതു നാരദൻ ഇണ്ടൽ നിനക്കശേഷം കളഞ്ഞിടുവാൻ. വന്നതിപ്പോൾ നിനക്ക് ആത്മജ്ഞാനം നടേ തന്നെ തരുവാൻ നിനച്ചു വന്നേനഹം. അന്നു നിൻ ഭാവഗതി കണ്ടു നന്ദനൻ തന്നെ തരുവാൻ അവകാശമായതും ഇന്ന് അതുകൊണ്ടു തന്നെ ദുഃഖമിങ്ങനെ വന്നതിന് കാരണം എന്നറിഞ്ഞിടൂ നീ. നിന്നാൽ അറിയരുതാത്തതല്ലൊന്നുമേ നിന്നുള്ളിൽ നന്നായി വിചാരിച്ചു കാണടോ. മായാമയം ഈ പ്രപഞ്ച കാര്യങ്ങളിൽ പേയായി വരഞ്ഞു പോകായിക വേണം ഭവാൻ. ദുഃഖ സുഖങ്ങൾ ഇടകലർന്നുള്ളതിലൊക്കെ സുഖങ്ങൾ എന്നത്ര തോന്നിയിടുന്നു. സ്വപ്ന സമാനമായുള്ള വസ്തുക്കളിൽ നിത്യം സുഖമെന്നു തോന്നുന്നു മായയാ. പുത്രകൾ അത്ര മിത്ര അർദ്ധഗ്രഹാദികൾ അത്ര ശരീര സംബന്ധികളായതും തെക്വാ സകല ലോകാശ്രയമവ്യയം നിഷ്കളം നിത്യം നിരഞ്ജനം നിർമ്മലം സത്യസ്വരൂപം സനാതനം സന്മയം സച്ചിൽ സ്വരൂപം ആനന്ദമവ്യാകൃതം സർവജഗൽ പരിപൂർണ തേജോമയം സർവൈകാരണാത്മാനം പരാപരം സർവലോകൈകമൂലം സുധാകാരണം പർവചന്ദ്രായുധമണ്ഡല സന്നിഭം ഗർവവിഹീനം ആമ്നായന്തസംഗ്രഹം ദേവേശ വിഷ്ണുപദം പരം ജ്യോതിഷം ദിവ്യജനാത്മപ്രകാശസ്വരൂപിണം നിർവ്യാജമൻപോടു സേവിച്ചുകൊള്ളീ. സർവ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോം നിർണയം സർവം സഹാവര തേറു മനസ്സേ. ഏവം നരവരനോടരുൾ ചെയ്തങ്കിരാവും മൃതനായ ബാലകൻ തന്നുടെ ജീവനെ താൻ വിളിച്ചാശു ജീവിപ്പിച്ചു. കേവലം സർവരും കേൾക്കവേ ചൊല്ലിനാൻ. ആത്മസ്വരൂപമായുള്ള പരബ്രഹ്മം ആത്മാ സകല ശരീരികൾക്കാകയാൽ ധാത്രീപതി സുതനാകിയ നിന്നുടെ ഗാത്രമുപേക്ഷിച്ചു പോയതങ്ങിങ്ങു നീ. മാതാപിതാക്കൾ ദുഃഖിപ്പവർ തമ്മുടെ ഖേദവശേഷം ഒഴിച്ചിരുന്നിടു നീ. ജീവനതു പൊഴുത് അംഗിരാവോടതിനാവേർമുതാ പുനരുത്തരം ചൊല്ലിനാൻ. ഏതു ജന്മത്തിലെ മാതാപിതാക്കളെ പ്രീതി വരുത്തി ചമയ്ക്കുന്നതിന്നു ഞാൻ. എത്ര ജന്മങ്ങൾ കഴിഞ്ഞു നമുക്ക് പണ്ട്, എത്ര മാതാപിതാക്കന്മാർ ഓരോ തരം. തത്രൈവ സംസാര ചക്രത്തിലിങ് അത്രൈവ കർമ്മഗതിക്കത്തവണ്ണമേ മായാമയം ഈ പ്രപഞ്ച കാര്യം ഭവൽ ജ്ഞേയമായുള്ളതു ഞാൻ പറയേണമോ എന്നു പറഞ്ഞു ജീവൻ ശരീരത്തെയും പിന്നെ വെടിഞ്ഞങ്ങു പോയോരനന്തരം ജ്ഞാതികൾ ശേഷക്രിയകൾ ചെയ്താർ. ചിത്രകേതുവിൻ ദുഃഖമൊഴിച്ചധ നാരദൻ മോദാൽ ഭഗവൽ പ്രസാദകരിയായ വേദവിദ്യാം ഉപദേശിച്ചു സാദരം. ബ്രഹ്മലോകത്തിനായി
അങ്കിരസോടു ചേർന്ന് ഉന്മേഷമോടെഴുന്നള്ളിയിടിനാനവൻ. വിദ്യയതും ധരിച്ച് 7 അഹോരാത്രത്താൽ വിദ്യാധരേന്ദ്രനായി വന്നാൻ നരേന്ദ്രനും. ചിത്തം തെളിഞ്ഞു സംഘർഷണമൂർത്തിയെ സദ്യോ ഭജിച്ചിരിക്കുന്നാൾ. ഒരു ദിനം പ്രത്യക്ഷനായ നാഥൻ പദാംഭോരുഹം നത്വാ മുഹുർമുഹുസ്തുത്വാ പലവിധം ശ്രുത്വാപി നാഥൻ പ്രസന്നനായി ഏറ്റവും മത്വാ മുദാ പരമാത്മജ്ഞാനത്തെയും ദത്വാ പുനരതും ലബ്ധ്വാ പരിപൂർണ തൃപ്തനാം വിദ്യാധരേന്ദ്രം പ്രതിമുദ നന്നായി അനുഗ്രഹിച്ച് അഞ്ജസാനാഥനും പിന്നെ മറഞ്ഞരുളിയിടിനാനന്തരാ. തദ്ദിശി നോക്കി നമസ്കരിച്ചൻപഴും വിദ്യാധരികളുമായി വിമാനോപരി നാനാദിശകളിൽ ക്രീഡിച്ചു സന്തതമാനന്ദം ഉൾക്കൊണ്ട് നാരായണനുടെ കീർത്തികൾ വാഴ്ത്തിച്ചു സഞ്ചരിച്ചിടിനാർ. ആർത്തികൾ എണ്ണിയ സർവലോകങ്ങളിൽ അങ്ങനെ സഞ്ചരിക്കും ഒരു ദിനമങ്ങു കൈലാസാചലേന്ദ്രവരനുടെ മീതെ ഗഗനമാർഗേ നടക്കുന്നവൻ ചൂതശരാരിതൻ ദേവിയെ തന്നെ തൃത്തുട തന്മേൽ ഇരുത്തിയിരിക്കുന്നത് അത്യാദരണ കണ്ട് ആശു ചൊല്ലിയിടിനാൻ.